സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേരളത്തിൽ നിന്നല്ല. ഞാൻ ആസാമിലുള്ള ഞങ്ങളൊരു മിഷനിൽ നിന്ന്, കപ്പുച്ചനച്ചന്മാരുടെ ഒരു മിഷൻ പ്രദേശത്ത് നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാം, ഞാൻ കേരളത്തിൽ നിന്ന് പോകുന്നു. ഇപ്പോൾ ആസാമിൽ ഒരു മിഷൻ പ്രദേശത്താണ്. അപ്പോൾ 2 ദിവസമായി ആസാമിലെത്തിയിട്ട്. പക്ഷേ ഈ മിഷൻ പ്രദേശത്ത് എത്തിയിട്ട് 1 ദിവസമായുള്ളൂ. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്തും അവിടുന്ന് പോകുന്ന സമയത്തും ഇവിടെ വന്ന സമയത്തൊക്കെ ആളുകൾ ഒത്തിരി പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെയുണ്ട് വിശേഷം, സുഖമാണോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അങ്ങനെ പലരും ചോദിച്ചു. ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ. ഞാൻ ഇപ്പോൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കാണുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്നലെ ശനിയാഴ്ചയാണ് ഞാൻ വന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ. നമ്മുടെ കുർബാനയിൽ പങ്കെടുക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഈ മിഷനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ കപ്പുച്ചനച്ചന്മാരുടെ ഒരു മിഷൻ, അതുപോലെ തന്നെ ആസാമിൽ തന്നെ ഏറ്റവും ഇൻറ്റീരിയർ ആയിട്ടൊരു പ്രദേശമാണ്. അത്യാവശ്യം അകത്തേക്ക് കയറിയ പ്രദേശം, വഴികളൊക്കെ ചിലപ്പോൾ മോശമാണ്. പിന്നെ ഇവിടെ കറണ്ട് സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സോളാറൊക്കെ വെച്ചാണ് ഇവിടെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്. പിന്നെ ഇന്ന് ഞായറാഴ്ച വീഡിയോ വന്നിട്ട് ചിലപ്പോൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പം 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഇവിടെ നെറ്റ് കുറവാണ്, നെറ്റ് സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഇവിടെ ഇവിടുന്നൊക്കെ കുറച്ച് മാറി സ്ഥലം കണ്ടുപിടിച്ചാൽ മാത്രം നമുക്ക് ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എന്നാ അപ്ലോഡ് ചെയ്തത് അറിയത്തില്ല. പക്ഷേ ഞായറാഴ്ച രാവിലെ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ സമയം നിങ്ങൾക്ക് ഇത് 5:11 സമയം കാണിക്കുന്നത്. ഇപ്പോൾ രാവിലെ 5 മണി ആയതുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. ഇതുണ്ടോ, നന്നായിട്ട് നേരം വെളുത്തിട്ടുണ്ട്. ഇന്നൊരു 4:45 ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് 4:35. അപ്പോൾ നേരം നന്നായിട്ട് വെളുത്തിരുന്നു. അപ്പോൾ അത്രയും സമയം നമുക്ക് കൂടുതൽ കിട്ടും ഇവിടെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളുടെ തുടക്കം. അപ്പോൾ നമുക്കിവിടുത്തെ മിഷൻ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ സാവധാനം ചെയ്യാം. കാരണം അധികമൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം നെറ്റില്ല. പക്ഷേ ചെറിയ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ കാണാം, കൂടെ പോരാ കേട്ടോ. ഈ രാവിലെ തന്നെ ഒരു മനോഹരമായിട്ടൊരു കാഴ്ച നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ രാവിലെ, ഇപ്പോൾ മഴയുണ്ട്, മഴയാണെങ്കിലും രാവിലെ തന്നെ അത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കൂടെ പോരെ, കാണാം. സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ വീട്. ഈ വീട്ടിലാണ് നമ്മുടെ ഈ ഇടവകയുടെ വികാരിയായിട്ടുള്ള പോളച്ചൻ, കപ്പുച്ചനച്ചനാണ്. അച്ഛൻ താമസിക്കുന്ന ഈ വീട്ടിലാണ്. ഇതാണ് എൻ്റെ പരിസരങ്ങൾ. ഇവിടെ നമുക്ക് സോളാർ പാനലുകൾ കാണാം. കാരണം ഇതൊക്കെ വെച്ചാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ സ്ഥലം. സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇവിടേക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള സ്ഥലങ്ങളല്ലേ, വളരെ നാച്ചുറലായിട്ടുള്ള ഓപ്പണായ സ്ഥലമല്ലേ. ഇതിവിടുത്തെ കിച്ചണ് സൗകര്യങ്ങളൊക്കെയാണ്. കിച്ചൺ ഇത് നമ്മൾ ഇങ്ങോട്ട് കയറുന്ന വാതിലാണ്. ഇത് നമ്മൾ നോക്കി, ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക്. ഒരു സോളാർ പാനൽ നിങ്ങൾക്ക് കാണാം. ഉണ്ടോ, സോളാർ പാനലുണ്ട്. 2 നിലയാണേ. 2 നിലയായിട്ടുള്ള ഓല മേഞ്ഞ മനോഹരമായിട്ടുള്ള വീടാണ്. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇതും മാറാറായി. അതിന് താമസിക്കാതെ ഇതിൻ്റെ മാറ്റങ്ങൾ വരുത്തും. അങ്ങനെയാണ് കാഴ്ചകൾ. നിങ്ങൾക്കൊരു പുതുമയുള്ള ഒരു അനുഭവം തോന്നും. ഇവിടെയാണ് നമ്മുടെ അച്ഛന്മാർ താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരച്ഛൻ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ, ഈ വീടുകളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ വീണ്ടും വേറൊരു സമയത്ത് ചെയ്യാം. പക്ഷേ ഇന്ന് ജനറലായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഞായറാഴ്ചത്തെ അനുഭവങ്ങൾ മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. സ്നേഹമുള്ളവരെ, മിഷൻ പ്രദേശത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നും നിങ്ങളെ ആ സ്ഥലങ്ങളൊക്കെ ഒത്തിരി കാണിച്ചു തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് റേഞ്ച് കുറവായതുകൊണ്ട് എല്ലാം ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പറ്റുവാണെങ്കിൽ ചെയ്യാം. അതുകൊണ്ടാണ് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇന്നത്തെ സംഭവിച്ചത്, രാവിലെ പള്ളിയിൽ പോയി, ഞങ്ങളുടെ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ചു. അവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട പോളച്ചനാണ് ഇവിടെ വികാരിയച്ഛൻ. നമ്മുടെ കപ്പുച്ചനച്ചൻ തന്നെയാണ് പോളച്ചൻ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ താമസിക്കുന്ന അച്ഛൻ എന്ന് പറഞ്ഞില്ലേ, അച്ഛനാണ് കുർബാന അർപ്പിച്ച്. അച്ഛൻ വധുവിൻ്റെ കൂടെ അച്ഛൻ്റെ ഇവിടെ വിൻസെൻ്റ് അച്ഛനുണ്ട്. അച്ഛൻ ഇവിടെ തന്നെ
നോർത്ത് ഈസ്റ്റിലെ തന്നെ അച്ഛനാണ്, കപ്പൂച്ചൻ അച്ഛൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും കുർബാന കർപ്പിച്ചപ്പോൾ അവർ സ്വീകരിച്ചു. വിൻസെൻ്റ് അച്ഛൻ്റെ യാത്രയപ്പുണ്ടായിരുന്നു, അവരെന്നെ സ്വീകരിക്കുകയും ചെയ്തു. വളരെ സ്നേഹമുള്ള മനുഷ്യർ, വളരെ സിമ്പിൾ മനുഷ്യർ, ഒത്തിരി നന്മയുള്ള മനുഷ്യർ. അങ്ങനെ ഈ സ്ഥലം ഇങ്ങനെ ഒത്തിരി വികസിക്കാത്ത സ്ഥലമാണ്, പക്ഷേ ആളുകൾ ഒത്തിരി നന്മയുള്ളവരും ഒത്തിരി സ്നേഹമുള്ളവരും ഒത്തിരി ദൈവവിശ്വാസമുള്ളവരൊക്കെയാണ്. അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെയുള്ള ആളുകളുടെ കൂടെ താമസിക്കാനും അവരോട് ശുശ്രൂഷ ചെയ്യാനൊക്കെ ഉള്ളത്. അതിനൊക്കെ ശേഷം സമ്മാനം കൊടുത്തു. നിങ്ങൾക്ക് കണ്ടറിയതേ ഇവിടെ ഒരു റോസാപ്പൂ കണ്ടോ? ഇത് അവർ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ നമുക്ക് ഇങ്ങനെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹാബിറ്റിൽ അവർ ചെയ്തു തരും. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരു വില്ലേജിലൂടെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അല്പം ദൂരമുള്ളൊരു വില്ലേജാണ്. പക്ഷേ ഇവിടുത്തെ വഴികളൊന്നും അത്ര നല്ല വഴികളല്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കുർബാനയ്ക്ക് പോകാനായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴയുണ്ട്, അപ്പോൾ വഴികൾ അത്ര സേഫായ വഴികളൊന്നുമല്ല. ഞങ്ങൾ രാവിലെ പോയൊരു വഴി നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ പിറകിലോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദേ ഈ വഴിയാണ്, ഈ വഴി കൂടെയാണ് ഞങ്ങൾ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പോയത്. ആയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ മോശം വഴികളാണ്. അതുകൊണ്ട് നമ്മൾ അധികം റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചു പോരുക ചെയ്ത്. അപ്പോൾ ഇന്നവിടെ അവിടെ ആളുകളൊക്കെ വന്നു, പക്ഷേ ഞങ്ങൾക്ക് ഒരു രീതിയിലും പോകാൻ പറ്റില്ല, അവിടെ ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അവരോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ പോളച്ചന് അതെല്ലാം അറേഞ്ച് ചെയ്തു. പോളച്ചന് കയ്യിൽ ചെറിയ മുറിവുകളൊക്കെ ഉണ്ട്, എന്നാലും അച്ഛൻ വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. പക്ഷേ പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഈ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക, കപ്പൂച്ചൻ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക, ആസാമിലുള്ള ഈ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ സമയത്ത് ഞങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്കൊരു സ്കൂളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ അവരെ പല രീതിയിൽ വളർത്താനുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കുക, അവർക്കൂടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നും ഞങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ നമ്മൾ മിഷണറിമാർ ഇപ്പം ഞാനിപ്പോൾ ഒരു അനുഭവം പറയുന്നു. ഞാനിപ്പോൾ അധികം നാളൊന്നും ആയില്ലല്ലോ, കുറച്ച് ദിവസത്തെ അനുഭവം പറയുന്നു. ഇങ്ങനെ വർഷങ്ങളായിട്ട് അധ്വാനിക്കുന്നവരാണ് മിഷണറിമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പോൾ ഈ പോളച്ചൻ, നമ്മൾ വണ്ടി ഓടിക്കുന്ന പോളച്ചനൊക്കെ വിൻസെൻ്റ് അച്ഛനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഈ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി മിഷണറിമാരുണ്ട്. അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ മലയും കാടും കയറി ഇറങ്ങി പോകുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ അവരെ കുറച്ച് പേരെയൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ മിഷൻ എപ്പോഴും നിങ്ങൾ മനസ്സിലുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം, ഈശോയുടെ വചനം ലോകം മുഴുവൻ എത്തിക്കാനും നമ്മുടെ മനുഷ്യരെ നമ്മളാവുന്ന രീതിയിൽ സഹായിക്കണം. അവരുടെ ഭൗതികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആത്മീയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതെല്ലാം വളർത്താൻ വേണ്ടിയുള്ള, അവരെ വളർത്തിക്കൊണ്ട് വരാനാണ് നമ്മുടെ വലിയ ഉത്തരവാദിത്വം. അപ്പോൾ പ്രാർത്ഥന ഓർക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സന്തോഷം. അപ്പോൾ ഒരിക്കൽ കൂടി സഹോസ്, കുറച്ച് നാളായി നിങ്ങൾ സഹോസ് എന്നൊക്കെ വിളിച്ചത്, കുറച്ച് നാളായി. അപ്പോൾ സഹോസ് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.